സോ ഹലോ ഗായ്സ്, സവാറി വെൽക്കം. സോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ദിവസം ഒരു വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് അയച്ചൊരു വീഡിയോ കാണിച്ചത്. ഓക്കെ, അത് ഉപയോഗിക്കുന്ന രീതി പോലെ ഞാൻ ഈ ഒരു ഡയലോഗ് ഏകദേശം 10 വർഷം മുമ്പ് കേട്ടു തുടങ്ങി കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTM ഒരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വന്നിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പറയും, ദേ ചെക്കൻ ചത്തു കൂട്ടോ, ആ വണ്ടി എടുത്ത് കൊടുക്കണ്ട, അതെ ആ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ഇത്ര പേരെ ബാക്കിയുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ഡയലോഗ് അടിക്കും. ഇപ്പോൾ റൈഡ് പോകുമ്പോഴായിക്കോട്ടെ പോലീസുകാർ ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് KTM വണ്ടിയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളുടെ ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതേ ഇത്ര പേര് ചത്തുപോയിട്ട് നോക്കിയൊക്കെ പൊക്കോ എന്നുള്ള രീതി. ഇവർ പറയാനായിട്ട് തന്നെ ഏതാണ്ട് ഈ വണ്ടി തന്നെത്താൻ സ്റ്റാർട്ടായി പോയി ആളുകൾ ഇടിച്ചിടും, അതുപോലെ തന്നെ വണ്ടികളുടെ അടിക്കൊക്കെ തന്നെത്താൻ പോയി ആക്സിഡൻസ് ഉണ്ടാക്കുന്നു നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലാണ് ഇവർ പറഞ്ഞു വരുത്തുക. ഇവരുടെയൊക്കെ ഈ പേടിപ്പിക്കൽ കാരണം വീട്ടുകാർ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി എടുത്തു തരില്ല. നമ്മളെന്ന് പറഞ്ഞാൽ പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റാഞ്ഞിട്ട് കിട്ടിയ പെണ്ണിനെ കെട്ടേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. കഴിവും ബോധമില്ലാത്തവന്മാരുടെ കയ്യിൽ ഏത് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്സിഡൻ്റ് ആവുന്ന കൂടി മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇതൊക്കെ പറഞ്ഞു വരുത്തണേ എന്നുള്ളതാണ് മറ്റൊരു സത്യം. സോ ഗൈസ്, നമുക്ക് വീഡിയോന് റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ വീഡിയോസ് അയച്ചിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യണമായിരിക്കും. സോ ഫസ്റ്റ് കാര്യം നോക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ അനുസരിച്ച് വീഡിയോയുടെ കാര്യം എടുക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞ അനുസരിച്ച് KTM ഒരു കാലിൻ്റെ ബൈക്കാണ്, KTM ഭയങ്കര ഡേഞ്ചറാണ്, KTM 11 പോയി മരിക്കാണ് പതിവിനൊക്കെ പറയണമൊക്കെ. അത് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നാൽ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു KTM ബൈക്ക് അല്ലെങ്കിൽ ഒരു ഡ്യൂക്കോ അത്യാവശ്യം നല്ല ഒരു പവറിലെ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ സോ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ മൊത്തം അവകാശം ആ ഒരു ബൈക്കിനെ മേത്തേക്ക് ഇടാറാണ് പതിവ്. ഓക്കെ, സോ അതിനൊക്കെ ഒരു കുറവുണ്ടാവും നമ്മൾ ഗോപ്രോ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്. പക്ഷേ ഇപ്പം ഗോപ്രോ നിരോധിച്ചല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ. എന്തായാലും പിന്നെ പറഞ്ഞ കാര്യമാണ് ഈ ഒരു KTM ബൈക്കിൻ്റെ ഇഷ്യൂ. ഓക്കെ, ഇത് KTM ബൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ KTM ബൈക്കിന് ഒരു സ്പോർട്സ് ബൈക്കാണ്. ഓക്കെ, അതായത് ഒരു സ്പോർട്സ് മോഡ് ബൈക്കാണ്. സോ അതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ്, അതിൻ്റെ ഒരു ഓവർ പവർ കാരണം എല്ലാവർക്കും ആ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. അങ്ങനെ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം സാധാ ബൈക്ക് ഓട്ടുന്ന മാതിരി KTM ബൈക്ക് ഓട്ടാൻ പറ്റത്തില്ല. സാധാ ബൈക്ക് ഓട്ടിയ എക്സ്പീരിയൻസ് വെച്ചും KTM ബൈക്ക് ഓട്ടാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പവർ കൂടുതലാണ്, അതിൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് സംഭവമാണ് ഒക്കെ വണ്ടി. ഓക്കെ, പിന്നെ കഴിവും ബോധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ്, ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഓക്കെ, അവിടെ ഇപ്പോൾ കമൻറ്റ് കഴിവും ബോധം ഉള്ളവർക്കും ആക്സിഡൻറ്റ് വരും ബ്രോ. തീർച്ചയാണ്. കാരണം നമുക്ക് എതിരെ വരുന്ന വണ്ടിക്കാരൻ അല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡിൽ വരുന്ന വണ്ടിക്കാരൻ്റെ കാര്യത്തിലായിരിക്കും അവരുടെ ഒരു ഇടപെടൽ മൂലമായിരിക്കും. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കഴിവും ബോധം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എതിരെ വരുന്ന വണ്ടി കുടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ വണ്ടിയുമ്പോൾ തട്ടിയ ആക്സിഡൻറ്റ് ഉണ്ടാകും. അതിപ്പോൾ KTM ആയാലും ഇപ്പോൾ എത്ര വല്ല പ്ലെയിൻ ആയാലും ആക്സിഡൻറ്റ് ഉണ്ടാകാൻ കഴിവും ബോധത്തിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ചെറിയൊരു ടെക്നിക്കലായിട്ട് പ്രോബ്ലം വരാം, അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടീൻ്റെ അല്ലെങ്കിൽ എതിരെ വണ്ടിയുടെ സ്പീഡ് കാരണമോ അവരുടെ എന്തെങ്കിലും പ്രശ്നം കാരണമോ നമ്മളെ പ്രശ്നം കാരണത്തിന് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ കഴിവും ബോധത്തിനെയോ വണ്ടിനെയോ കുറ്റം പണ്ട് കാര്യമില്ല. സോ അതൊക്കെ ഒരു 50-50 ചാൻസാണ്. നമുക്കിപ്പോൾ ഒരു കാര്യത്തിലും ഷുവർ വരാൻ പറ്റത്തില്ല. പക്ഷേ KTM ബൈക്കിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതൊരു സ്പോർട്സ് മോഡ് ബൈക്കാണ്, അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സാധാ ബൈക്ക് ഓടിക്കുന്നവർക്ക് ആ ബൈക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വരത്തില്ല. ഓക്കെ, സോ എന്താ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.